Hi students, fourth semester BSc Physics and Chemistry, Complementary Mathematics ന്റെ കോംപ്ലക്സ് അനാലിസിസിന്റെ അടുത്ത പാർട്ടാണ് അനലിറ്റിക് ഫംഗ്ഷൻ. നമുക്ക് സിക്സ് സെമ്മിന്റെ BSc മാത്തമാറ്റിക്സ് കോംപ്ലക്സ് അനാലിസിസ് പേപ്പറിലും ഇത് യൂസ്ഫുൾ ആണ്. അനലിറ്റിക് ഫംഗ്ഷൻ അതിന്റെ മറ്റൊരു പേരാണ് ഹോളോമോർഫിക് ഫംഗ്ഷൻ. അത് ഓർത്തോണം, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്നായിരിക്കും. അനലിറ്റിക് ഫംഗ്ഷൻ തന്നെയാണ് ഹോളോമോർഫിക് ഫംഗ്ഷൻ. Definition ആണ് a function f of z is said to be analytic in a domain D if f of z is defined and differentiable at all points of D. ഒരു ഡൊമൈനിൽ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയാം? ആ ഫംഗ്ഷനിലെ എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കണം, ആ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ചെയ്യാനും പറ്റും. The function f of z is said to be analytic at a point z equal to z naught in D if f of z is analytic in a neighborhood of z naught. ഒരു പോയിന്റിൽ അനലിറ്റിക് എന്ന് പറയുന്നത് ആ പോയിന്റിന്റെ നൈബർഹുഡിൽ ആ ഫംഗ്ഷൻ മൊത്തത്തിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, അതായത് ആ ഫംഗ്ഷൻ മൊത്തത്തിൽ അനലിറ്റിക് ആയിരിക്കണം. നെക്സ്റ്റ് നോട്ട്, അനലിസിറ്റി ഓഫ് f of z at z naught means that f of z has a derivative at every point in some neighborhood of z naught. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നെ. The non-negative integer powers 1, z, z square, etc. are analytic in the entire complex plane. Also, the polynomials of the form f of z is equal to c0 plus c1x z plus c2z square plus etc. plus cn z raised to n is also analytic. The quotient of two polynomials g of z and h of z is called rational function. Rational function എന്ന് വെച്ചാൽ രണ്ട് പോളിനോമിയൽ കോഷ്യന്റ് ആയിട്ട് എഴുതുന്നതിനെയാണ്. ഇനി എഫ് ഓഫ് ഇസഡിന്റെ ലിമിറ്റ് എൽ ആണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് ഇസഡിന്റെ ലിമിറ്റ് റിയൽ പാർട്ട് ഓഫ് എല്ലും ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് ഇസഡിന്റെ ലിമിറ്റ് ഇമാജിനറി പാർട്ട് ഓഫ് എല്ലും ആയിരിക്കും. ഇനി ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. തിരിച്ച് ശരിയാകണോ നിർബന്ധമില്ല. ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് കരുതി ആ പോയിന്റ് ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. നെക്സ്റ്റ്, റിയൽ പാർട്ട് ഓഫ് ഇസഡ് എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു എക്സ്. ദാറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എനി ഇസഡ്. അപ്പം ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഒരു ഫംഗ്ഷന്റെ എക്സാമ്പിൾ വെച്ചാൽ റിയൽ ഇസഡ്. ഇനി എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് 0. ഒരു പോയിന്റ് മാത്രമേ ഡിഫറൻഷ്യബിൾ ഉള്ളൂ, 0 മാത്രമേ ഡിഫറൻഷ്യബിൾ ഉള്ളൂ. അതുകൊണ്ട് അത് ഒരിടത്ത് പോലും അനലിറ്റിക് അല്ല. ഒരിടത്ത് പോലും അനലിറ്റിക് അല്ലാത്ത ഒരു ഫംഗ്ഷന്റെ എക്സാമ്പിൾ മോഡ് ഇസഡ് സ്ക്വയർ. 0 മാത്രം ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷന്റെ എക്സാമ്പിൾ മോഡ് ഇസഡ് സ്ക്വയർ. അത് ഓർത്തോണം. നെക്സ്റ്റ്, കോച്ചി റീമാൻ ഇക്വേഷൻ അഥവാ CR ഇക്വേഷൻ. ലെറ്റ് W is equal to f of z is equal to u plus iv. U is a function of x and y, v is a function of x, y. Then the equation ux equal vy and uy equal minus vx are called CR equation or Cauchy Riemann equation. അത് പഠിക്കണം, ആ പാർട്ടി ചോദിക്കും. CR equation എന്താണ്? Note, f is analytic in a domain D if and only if the first partial derivative of u and v satisfies CR equation. അതായത് യുവിന്റെ വിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, അത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ f is equal to u plus iv അനലിറ്റിക് ആണെന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്ക് നോക്കി, z സ്ക്വയർ. അപ്പൊ f of z സ്ക്വയർ ആണ്, z x plus iy ആണ്. അപ്പൊ z സ്ക്വയർ എന്തുവാ? x സ്ക്വയർ പ്ലസ് iy സ്ക്വയർ. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഇത് u, ഇത് v. അപ്പൊ ux എന്താ? 2x, vy എന്തോ 2x. അത് രണ്ടും സെയിം ആണെന്ന് കിട്ടി. ഇനി uy മൈനസ് 2y എന്നും മൈനസ് vx മൈനസ് 2y എന്നും കിട്ടും. അത് സെയിം ആണ്. അപ്പൊ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് z സ്ക്വയർ അനലിറ്റിക് ആണ്. Prove that f of z equal to z bar അല്ലെങ്കിൽ z conjugate is not analytic. അപ്പൊ നോക്കി, f of z conjugate എന്ന് വെച്ചാൽ x plus iy യുടെ കോൺജുഗേറ്റ്, അതെന്ന് വെച്ചാൽ x minus iy. അപ്പൊ ux ചെയ്തപ്പോ 1, vy ചെയ്തപ്പോ -1. അത് ഈക്വൽ അല്ല, അതുകൊണ്ട് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് അനലിറ്റിക് അല്ല. ഇനി z ക്യൂബ് അനലിറ്റിക് ആണ്, അത് ചെയ്താൽ മതി. x plus iy the whole cube, അത് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ കിട്ടി. ഇത് u, ഇത് v. ux ചെയ്തപ്പോ കണ്ടോ, ux-ഉം vy-യും സെയിം, vx-ഉം മൈനസ് uy-യും സെയിം. അപ്പൊ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി CR ഇക്വേഷൻ പോളാർ ഫോം പഠിക്കണം, പാർട്ട് ചോദിക്കും. ur is equal to 1 by r v theta, vr is equal to minus 1 by r u theta. അതായത് കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിൽ എക്സും വൈ ആണ്, പോളാർ ഫോമിലാണെങ്കിൽ ആറും തീറ്റയും ആണ്. അതുകൊണ്ടാണ് ur is equal to 1 by r v theta, vr is equal to minus 1 by r u theta. Next,
Prove that an analytic function of constant absolute value is constant. അതായത് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. മോഡ് എഫ് ഓഫ് ഇസഡ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് ഓഫ് ഇസഡ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതെങ്ങനെ പ്രൂവ് ചെയ്തേ? എഫ് ഓഫ് ഇസഡ് യു പ്ലസ് ഐ വൈ. മോഡ് എഫ് ഓഫ് ഇസഡ് എന്താ? റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതൊരു കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ? യു സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കെ സ്ക്വയർ ആണെന്ന് പറയാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ യു സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2u ഇൻറ്റു യുവിന്റെ ഡെറിവേറ്റീവ് യു എക്സ് പ്ലസ് ബി സ്ക്വയറിന്റെ എന്ത് 2v, വിയുടെ എന്ത് വി എക്സ്. അപ്പൊ ഇങ്ങനെ എഴുതും. അപ്പൊ യു എക്സ് പ്ലസ് വി എക്സ് ഈക്വൽ ടു 0. ഇനി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യും. അപ്പൊ നമുക്ക് യു വൈ പ്ലസ് വി വൈ ഈക്വൽ ടു 0. ഇക്വേഷൻ 1 ഇക്വേഷൻ 2. ഇനി എഫ് അനലിറ്റിക് ആണ് തന്നത് കൊണ്ട് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് യു എക്സ് ഈക്വൽ ടു വി വൈയും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഈ വാല്യൂസ് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് ഇക്വേഷൻ 3ഉം 4ഉം കിട്ടി. ഇക്വേഷൻ 3യെ യു കൊണ്ട് ഇൻഡ് ചെയ്യുന്നു, ഇക്വേഷൻ 4നെ വിയും കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടും. അതായത് യു എക്സ് 0 എന്ന് കിട്ടി. സിമിലർലി നമുക്ക് എന്തോ യു വൈ 0 എന്ന് കിട്ടി. വി എക്സും വി വൈ എല്ലാം 0 ആണ്. അപ്പൊ എന്താ? യുവും വിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ യു പ്ലസ് ഐ വിയും കോൺസ്റ്റന്റ് ആണ്. അതായത് എഫ് ഓഫ് ഇസഡ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, കെ 0 ആണെങ്കിൽ നമുക്ക് പറയാം യുവും വിയും 0 ആണ്, എഫ് 0 ഫംഗ്ഷൻ ആണെന്ന് പറയാം. Laplace equation. A function u of xy is said to satisfy Laplace equation if del square u is equal to 0. Del square u എന്ന് വെച്ചാൽ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ 0. del u എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം? യു എക്സ് പ്ലസ് യു വൈ. del square u എന്ന് വെച്ചാൽ യു എക്സ് എക്സ് പ്ലസ് യു വൈ. അത് 0 ആണെങ്കിൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, യു ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാം. ഇനി എഫ് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ യു പ്ലസ് ഐ വി ആണ്, അത് അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ യുവും വിയും ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത ആ ഫംഗ്ഷനെയാണ് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ദ സൊല്യൂഷൻസ് ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ ഹാവിംഗ് കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആർ കോൾഡ് ഹാർമോണിക് ഫംഗ്ഷൻ. അതായത് എഫ് ഫിസിക്കലി യു പ്ലസ് ഐ വി അനലിറ്റിക് ആണെങ്കിൽ നമ്മൾ മുമ്പേ കണ്ടു യുവും വിയും ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് യുവും വിയും ഹാർമോണിക് ആയിരിക്കും. ഇഫ് യു ആൻഡ് വി ആർ ടു ഹാർമോണിക് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ സി ആർ ഇക്വേഷൻ ഇൻ എ ഡൊമൈൻ ഡി, then they are real and imaginary part of analytic function. ഫിസിക്കലി യു പ്ലസ് ഐ വി. നമ്മൾ വിയെ നമ്മൾ യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് വിളിക്കുന്നു. ഇനി ഹാർമോണിക് ആണോ ചെക്ക് ചെയ്യാൻ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പൊ യു ഇസിക്കൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഹാർമോണിക് ആണോ? ആണെങ്കിൽ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ യു എഴുതി, യു എക്സ് എഴുതി, യു വൈ എഴുതി, യു എക്സ് എക്സ് യു വൈ വൈ ആഡ് ചെയ്തപ്പോൾ 0. അപ്പം ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് യു ഹാർമോണിക് ആണ്. ഇനി സി ആർ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? യു എക്സ് ഈസിക്കൽ വി വൈയും വി എക്സ് ഈസിക്കൽ മൈനസ് യു വൈ. അതിൽ നിന്ന് നമുക്ക് വി എക്സിനെ മൈനസ് യു വൈ അതായത് 2y പ്ലസ് 1 എന്നും വി വൈയെ യു എക്സ് അതായത് 2x എന്നും എഴുതാം. ഇനി അപ്പം വി വൈ നമ്മുടെ കയ്യിലുണ്ട് 2x. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എന്ത് വി കിട്ടുമല്ലോ. വി ഈസിക്കൽ 2xy പ്ലസ് ഒരു കോൺസ്റ്റന്റ് വൈ വെച്ച് ചെയ്യുന്നതുകൊണ്ട് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് എഴുതുന്നത്. ഇനി ഈ ഇക്വേഷനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക പാർഷ്യലി. അപ്പൊ നമുക്ക് എന്തോ വി എക്സ് ഈസിക്കൽ 2y പ്ലസ് ടി ഡാഷ് വൈ. വി എക്സിന്റെ ഉത്തരം നമ്മുടെ കയ്യിലുണ്ട് 2y പ്ലസ് 1. അപ്പൊ 1ന്റെ സ്ഥാനത്ത് നോക്കി ഇത് കമ്പയർ ചെയ്യുമ്പോൾ ടി ഡാഷ് ഓഫ് എക്സ് 1. അപ്പൊ ജി ഓഫ് എക്സ് എന്തുവാ? എക്സ് പ്ലസ് ഇസഡ്. അത് നമ്മുടെ ജി ഓഫ് എക്സിനകത്ത് ഇക്വേഷൻ 1-നകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ബി ഈസിക്കൽ 2xy പ്ലസ് എക്സ് പ്ലസ് സി. അതാണ് ഹാർമോണിക് ഫംഗ്ഷൻ. ഇനി അനലിറ്റിക് ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ യു പ്ലസ് ഐ വി എന്ന് കൊടുക്കുക, യു എഴുതുക, വി എഴുതുക, യു പ്ലസ് ഐ വൈ എന്ന് എഴുതുക. പിന്നെ അത് എക്സ്പാൻഡ് ചെയ്യുന്നെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് ഐ വൈ വരുന്നിടത്തല്ല ഇസഡ് എന്ന് കൊടുത്താൽ നമുക്ക് ഇസഡ് സ്ക്വയർ പ്ലസ് ഐ ഇസഡ് പ്ലസ് ഐ സി എന്ന് കിട്ടും. The curves u equal constant are called equipotential lines or level curves of u. They form a family of curves. Similarly for v, the two families together called orthogonal net. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി.
ഇനി നമുക്കറിയാം എഫ് ഓഫ് ഇസഡ് യു പ്ലസ് ഐ വി ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് യു എക്സ് പ്ലസ് ഐ വി എക്സ് ആണ്. അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഐ യു വൈ പ്ലസ് വി വൈ ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ ആണ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് said to be an entire function if it is analytic in the whole complex. എല്ലായിടത്തും അനലിറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷനെ entire function എന്ന് വിളിക്കും. ഇനി ഹാർമോണിക് ആണോ ചെക്ക് ചെയ്യാൻ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുക മുമ്പ് ചെയ്തതിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കി ഇത് ഹാർമോണിക് അല്ല എന്ന് കിട്ടിയാൽ എന്ത് പറയണം? വി കാനോട്ട് ഫൈൻഡ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യും. അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, എളുപ്പമുള്ളതാ, മുമ്പേ പറഞ്ഞ മെത്തേഡ് ചെയ്യാനുള്ളത്. ഇനി determine A and B such that U equal AX cube plus BY cube is harmonic and find a harmonic conjugate. ഇപ്പൊ ഹാർമോണിക് ആണോ ചെക്ക് ചെയ്യാൻ യു എഴുതി യു എക്സ് യു വൈ യു എക്സ് എക്സ് യു വൈ വൈ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ചെയ്തപ്പോ എയും ബിയും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഹാർമോണിക് ആണ്, അപ്പൊ എയും ബിയും കണ്ടുപിടിക്കും. അപ്പൊ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0, അതായത് വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 എന്ന രീതി കിട്ടി. ഇനി എയും 0 ബിയും 0 ആണെങ്കിൽ യു 0 എന്ന് നമുക്ക് പറയാം. അപ്പൊ യു എക്സ് 0 യു വൈ 0 സി ആർ ഇക്വേഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ പറയാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബി ഈസിക്കൽ ടു ഒരു കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. ഇനി ഇമ്പോർട്ടന്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. നമുക്കറിയാം യു ഹാർമോണിക് ആണെങ്കിൽ വിയെ നമ്മൾ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു എന്ന് പറയും. അതേപോലെ തന്നെ യുവിനെ നമ്മൾ മൈനസ് വിയുടെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്നും പറയും. ഓർത്തോണെ, അത് ചെയ്യാൻ ചോദിക്കും. യു ഹാർമോണിക് ആണ്, വി ഹാർമോണിക് കോൺജുഗേറ്റ് ആണ്. അപ്പൊ യു പ്ലസ് ഐ വി അനലിറ്റിക് എന്ന് പറയാമല്ലോ. അതിനെ മൊത്തത്തിൽ ഐ കൊണ്ട് ഇൻഡ് ചെയ്താലും അത് അനലിറ്റിക് ആയിരിക്കുമല്ലോ. അപ്പോൾ ഐ യു പ്ലസ് ഐ സ്ക്വയർ വി, അതായത് ഐ യു മൈനസ് വി, അതായത് മൈനസ് വി പ്ലസ് ഐ യു അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തോ മൈനസ് വിയും യു ഹാർമോണിക് ആണ്. അപ്പൊ യു ഈസ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് മൈനസ് വി എന്ന് പറയാം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഇത് ചെയ്ത് നോക്കുക, നേരത്തെ പഠിച്ചിട്ടുള്ളത് വെച്ച്.